വിശാല ഐ ഗ്രൂപ്പുമായി ചെന്നിത്തലയും കെ മുരളീധരനും മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് പൊടിതട്ടി വരികയാണ്. അത് വേറൊന്നുമല്ല, കെ.സി. വേണുഗോപാൽ പക്ഷം. കോൺഗ്രസിൻ്റെ അധികാരം ഗ്രസിക്കാൻ, കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അധികാരം പിടിക്കാൻ കെ.സി. വേണുഗോപാലിൻ്റെ പക്ഷം ശ്രമിക്കുന്നുണ്ട് എന്നതിന് പ്രത്യക്ഷമായ തെളിവുകൾ കൊല്ലം ജില്ലയിൽ തന്നെ സംഭവിച്ചു തുടങ്ങി. തലസ്ഥാനത്തൊന്നുമല്ല, ഇന്ദിരാഭവനിലുമല്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ. ഡിസംബർ 7-ന് കെ.സി. വേണുഗോപാൽ ടി.എൻ. പ്രതാപനെ ചവിട്ടി ഇറക്കിവിട്ട സംഭവം, ഗെറ്റ് ഔട്ട് അടിച്ച സംഭവമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്നത് പരസ്യമായ തെരുവ് യുദ്ധമാണ്. രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന PS സുമേഷ് ദാസ്, DCC ജനറൽ സെക്രട്ടറി രഘു പാണ്ഡവപുരം, അതുപോലെ തന്നെ വിനോദ് കോണിൽ, ഷഫീഖ് ചന്തപ്പട്ടൂർ, ഇവരൊക്കെ ചെന്നിത്തല പക്ഷപാതികളാണ്. ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമൊക്കെ ആയിരുന്നല്ലോ ഈ സുമേഷ് ദാസൊക്കെ. അപ്പോൾ ഇവർ രമേശ് ചെന്നിത്തലയുടെ പക്ഷം പിടിച്ചു നിൽക്കുന്ന ഒരുവിധ ചെറുപ്പക്കാരും മുതിർന്നവരുമായ നേതാക്കളാണ്. INTC-യുടെ ജില്ലാ പ്രസിഡന്റൊക്കെ ഉണ്ട് രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത്. ബിന്ദു കൃഷ്ണ, മുൻ DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ KC-യുടെ പക്ഷത്താണ്. അതെപ്പോഴും അധികാരം കിട്ടുന്ന പക്ഷത്ത് അല്ല, അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണ കെ.സി. വേണുഗോപാലിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു. ഇവർ തമ്മിൽ ആരാകും 2026 കൊല്ലം മണ്ഡലത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഈ INTC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയും അവരെ അനുകൂലിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പരസ്പരം പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാകും 2026 കൊല്ലം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി? ഇതാണ് ഒരു വിവാദം, ഒരു പൊട്ടിത്തെറി. കെ.സി. വേണുഗോപാലിൻ്റെ പക്ഷവും ചെന്നിത്തലയുടെ പക്ഷവും പരസ്യ പോരിലേക്ക് പോകുന്ന ഒരു സംഭവം. മറ്റൊന്ന്, വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് കുണ്ടറയിൽ കെ.സി. വേണുഗോപാൽ പക്ഷക്കാരായ ചില ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസ്സുകാർ ഇളമ്പള്ളൂരിൽ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു, പ്രതിഷേധ റാലി. അവിടെ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ അവർ ഘോരഘോരം പ്രസംഗിച്ചു. എന്നാൽ അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുമേഷ് ദാസും സംഘവും മറ്റൊരു സ്ഥലത്ത്, എവിടെ, വേറൊരു പെരുമ്പുഴയിൽ വേറൊരു യോഗം ചേർന്നു. അത് പരസ്യമായ അച്ചടക്കമാണ്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പക്ഷം വിളമ്പള്ളൂർ നടത്തുന്നു, മറ്റൊരു വിഭാഗം പെരുമ്പുഴയിൽ പോയി മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെയാണ് അവരുടെ യോഗം ചേർന്നത്. അതുമാത്രമല്ല, മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് രമേശ് ചെന്നിത്തല വിഭാഗം ആളുകൾ, നേതാക്കൾ അവർ ഒരുമിച്ച് കൂടി യോഗം ചേർന്നുവെന്നും പരാതി ഉയരുന്നുണ്ട്. അതായത് കൃത്യമായ പക്ഷം പിടിച്ച്, ഗ്രൂപ്പ് പിടിച്ച് കളിക്കുന്ന രീതി കൊല്ലത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പോരാത്തതിന് പാർട്ടിയിലെ പുനഃസംഘടന കീറാമുട്ടിയായി കിടക്കുന്നു. പാർട്ടിയിലെ നേതാക്കൾ തന്നെ പുനഃസംഘടന എന്ന് പറഞ്ഞ് പുനഃസംഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം കേൾക്കുന്നു. ആ സമയത്താണ് കൊല്ലം ജില്ലയിൽ നിന്ന്, ഇന്ദിരാഭവനിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത ജില്ലയാണ്, അവിടെ നിന്ന് നോക്കുമ്പോൾ കൊല്ലത്ത് കുണ്ടറയിൽ ഇങ്ങനെ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്, കോൺഗ്രസിനകത്ത് നിന്ന് വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്, ഇത് ശരിയല്ല എന്ന് കണ്ടിട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് DCC പ്രസിഡന്റിനും DCC-ക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനും പരാതി കൊടുത്തിട്ടുണ്ട്, അച്ചടക്ക നടപടി വേണമെന്നാവശ്യപ്പെട്ട്. ഇനി ഈ നേതാക്കളിൽ ആരൊക്കെ സംഘടനയുടെ പുറത്താകും, സംഘടനയ്ക്ക് അകത്തുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ബിന്ദു കൃഷ്ണയും ഈ AK ഹഫീസും തമ്മിലുള്ള വടംവലി രൂക്ഷമായിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ പരസ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാലിന് അനുകൂല നിലപാടുകൾ സ്വീകരിച്ച് കെ.സി. വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിന് വേണ്ടി പോരാടുമ്പോൾ ഹഫീസ് ചെന്നിത്തലയുടെ വിശാല ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്ന് ചെന്നിത്തലയ്ക്ക് വേണ്ടി പോരടിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, കെ. കരുണാകരനും ഉമ്മൻചാണ്ടി ഉൾപ്പെടുന്ന നേതാക്കളെയൊക്കെ പരിഹസിക്കുന്ന തരത്തിലാണ് ഈ സതീശൻ്റെയും കെ.സി. വേണുഗോപാലിൻ്റെയും അനുകൂലികൾ മുന്നോട്ട് പോകുന്നത് എന്നൊരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്.